അപ്പോൾ നല്ല പച്ച കളറിൽ എണ്ണ ഒന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് മീൻ പൊരിച്ചെടുത്താലോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെ പൊരിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 4-5 പച്ചമുളക് എടുക്കുക. അത് പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് അതും ഇടുക. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ്, ഇനി ഒരു ചെറിയ കഷ്ണം ഉള്ളിയും. ഇനിയിപ്പോൾ വലിയ ഉള്ളി ഇല്ലാത്ത ആൾക്കാർ ചെറിയ ഉള്ളി ഇടാം. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്ത ആൾക്കാരനെ വലിയ ഉള്ളി ഇടാം. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇത്രയും അരിഞ്ഞിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവാൻ വയ്ക്കുക. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കുള്ള ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി, വേഗത്തിൽ ഈ മസാല ഒക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കണം ആ പാനിൽ. അപ്പോൾ എല്ലാ മസാലയും നമ്മൾ ഒരുമിച്ചാക്കണമെന്നില്ല. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇടുക, കുറച്ച് ബാക്കി വെക്കുക, മീനിൻ്റെ മുകൾ ഭാഗത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മളാക്കിയതിൽ കുറച്ച് ഇതിലിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഇട്ട് അപ്പോൾ അങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട് ഇത്. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഏത് മീനാണോ ഇങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ എടുക്കുക. അപ്പോൾ അയിലയായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ എന്തായാലും അയിലയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള അയില അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ മുറിച്ച് വെച്ച എല്ലാ അയിലയും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങളിനി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ പൊരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ പൊരിക്കാം. പക്ഷേ ഇത് എണ്ണ ഇല്ലാതെ നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്നിങ്ങനെ അധികം തീ കൂട്ടിയൊന്നും വെക്കണ്ട, ഒരു മീഡിയമിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ അതാ ഇതിങ്ങനെ കുറച്ച് നന്നായിട്ടൊന്നിങ്ങനെ പൊരിഞ്ഞ് വരുന്ന സമയം നമുക്ക് എന്താക്കുക, ഇതിൻ്റെ മുകളിലേക്കും കൂടിയിട്ട് മസാല ഇങ്ങനെ തേച്ച് പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാത്തിൻ്റെയും മുകളിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. അത്രേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മീൻ നല്ലോണം വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിതിങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഇനി അപ്പാട് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതാ ഞാനെല്ലാം ആക്കി കഴിഞ്ഞ് ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചുരുങ്ങിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് കാണുമ്പോൾ ഒരു പച്ച മീൻ പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അതാ ഇതാണ് പച്ചമീൻ പൊരിച്ചതെന്നറിയാം. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഞാൻ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ അധികം തീ കൂട്ടി വെക്കാതെ ഒരു കുറച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് മൂടിയോ ഇതിനെയും കൊണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത്, എപ്പോഴും കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കുറച്ച് വെച്ചൊന്ന് ഇനി ഇതൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ കുറച്ച് സമയം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാ ഒക്കെ ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ കുറച്ചുകൂടി മസാല ഒക്കെ ഉണ്ടാവുമല്ലോ, അതും ഇങ്ങനെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ബാക്കിയുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല ഇടേണ്ട ആവശ്യമില്ല, ഒക്കെ ഇപ്പം തന്നെ ഇട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല ഒരു കാണാനൊക്കെ ഉള്ളൊരു മഞ്ചിലിങ്ങനെ ആക്കിയെടുക്കുക. അപ്പോഴത്തെ ഇത് ഓരോ സൈഡിലൊക്കെ ആയിട്ട് നല്ലോണം പൊരിഞ്ഞ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ഇവിടുന്ന് ഇടവലത്തുനിന്ന് ആരോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ ഇത് മൂടി വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതിങ്ങനെ കുറച്ച് വെച്ചിട്ടാണുള്ളത്, എന്നാലും മൂടി വെക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മൂടി വെക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ അതാ ഞാൻ അന്വേഷിച്ച് ഞാനൊന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ വേഗം വന്ന് ഞാനൊന്ന് കരിഞ്ഞു പോയെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിരിച്ചിടാനൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നായി വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് മറിച്ചിട്ട് നോക്കിയാണ് ഏതെങ്കിലും ഭാഗം കരിഞ്ഞ് വയ്ക്കുന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആരെയും വരുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മീനൊക്കെ നമ്മൾ കൂട്ടി വെച്ചൊക്കെ പോകുമ്പോൾ നല്ലോണം ഒന്ന് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇതിനാണെങ്കിൽ ഒരു കരിഞ്ഞ ഒരു മറ്റേ മീൻ പൊരിക്കുമ്പോൾ നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ കരിഞ്ഞാൽ പെട്ടെന്ന് മണം വരില്ല. അപ്പോൾ ഇതിനങ്ങനെ പെട്ടെന്നൊരു മണം വരുമൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞും പോവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനും വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഈ മീനൊക്കെ കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് വെന്തില്ലല്ലോ. അപ്പോൾ നല്ലോണം വെന്ത് തന്നെ വന്നിട്ടുണ്ട്.